അമേരിക്കൻ ജനതയ്ക്ക് വ്യക്തമായ ദിശാബോധവും ആത്മീയവും ദേശീയവുമായ മൂല്യങ്ങളും പകർന്നു നൽകിക്കൊണ്ട് നിലകൊണ്ട ചാർലി കിർക്ക് എന്ന യാഥാസ്ഥിതിക പ്രവർത്തകന്റെ മരണത്തിന്റെ പ്രതിഫലനങ്ങൾ ഇപ്പോഴും അമേരിക്കയിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുകയാണ്. ചാർലിയുടെ ആശയങ്ങൾ നെഞ്ചേറ്റി അമേരിക്കയുടെ യാഥാസ്ഥിതിക ബോധത്തെയും ക്രൈസ്തവീകതയെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അണിനിരക്കാൻ ആയിരക്കണക്കിന് യുവാക്കന്മാർ ദിവസേന മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ചാർലി കിർക്ക് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ജീവസുറ്റ മൂല്യങ്ങൾ ഇപ്പോൾ അമേരിക്കയെ മാത്രമല്ല ലോകമാസകലമുള്ള ക്രൈസ്തവ സമൂഹത്തിന് ആവേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാഴ്ചകളാണ് ദിവസം തോറും ലോകത്ത് അങ്ങോളം ഇങ്ങോളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അരിസോണയിലെ ഗ്ലൻഡേലിലുള്ള സ്റ്റേറ്റ് ഫാം സ്റ്റേഡിയത്തിൽ നടന്ന കിർക്ക് അനുസ്മരണത്തിന് 10,000-ങ്ങളാണ് പങ്കെടുത്തത്. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള രക്തസാക്ഷി എന്നായിരുന്നു കിർക്ക് അനുസ്മരണത്തിൽ പങ്കെടുത്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചത്. കിർക്ക് വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ടൈലർ റോബിൻസൺ എന്ന ചെറുപ്പക്കാരനെ ചുറ്റിപ്പറ്റി അന്വേഷണം പുരോഗമിക്കുകയും വധശിക്ഷ അടക്കമുള്ള കടുത്ത നീക്കങ്ങൾ അയാൾക്കെതിരെ ഉണ്ടാകുമെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത്തരമൊരു ജനവികാരം തന്നെയാണ് അമേരിക്കയിലെമ്പാടും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ കിർക്ക് അനുസ്മരണത്തിന് എത്തിയ കിർക്കിന്റെ ഭാര്യയായ എറിക്ക കിർക്കിന്റെ വാക്കുകൾ കേട്ട് ലോകം മുഴുവൻ അമ്പരപ്പോടും ആദരവോടും കൂടി അവരെ എഴുന്നേറ്റ് നിന്ന് അഭിവാദ്യം ചെയ്യുകയാണിപ്പോൾ. തന്റെ ഭർത്താവിനെ കൊന്ന ടൈലർ റോബിൻസനോട് താൻ ക്ഷമിച്ചിരിക്കുന്നുവെന്നും വെറുപ്പിന് പകരം വെറുപ്പല്ല സ്നേഹമാണ് താൻ നൽകുന്നത് എന്നും അങ്ങനെ ചെയ്യാൻ കാരണം ക്രിസ്തു അങ്ങനെയാണ് ചെയ്തത് എന്നും ചാർലി ചെയ്യുമായിരുന്നതും അതുതന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എറിക്ക നടത്തിയ പ്രസംഗം ഇപ്പോൾ ലോകം മുഴുവൻ ആദരവോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ ഇരമ്പി മറിയുന്ന അതികഠിനമായ ദുഃഖത്തിന്റെ തിരമാലകളെ എല്ലാം അടക്കിപ്പിടിച്ചുകൊണ്ട് കിർക്കിന്റെ ശവസംസ്കാര ചടങ്ങിൽ വെച്ച് എറിക്ക തന്റെ ഭർത്താവിന്റെ ഘാതകരോട് ക്ഷമിക്കുന്നുവെന്ന് പറഞ്ഞാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചത്. On the cross, our Savior said, "Father, forgive them, for they not know what they do." That man, that young man, I forgive him. സുവിശേഷം ആളുകളെ പഠിപ്പിക്കുന്നത് ശത്രുക്കളെയും നമ്മെ പീഡിപ്പിക്കുന്നവരെയും സ്നേഹിക്കാനാണ് എന്നും എറിക്ക ഉറക്കെ പ്രഘോഷിക്കുകയുണ്ടായി. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ താൻ ആരെ അയക്കണമെന്ന് ചോദിക്കുന്ന ദൈവത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടിയായി പ്രവാചകൻ ദൗത്യം ഏറ്റെടുത്തതുപോലെ തന്റെ ഭർത്താവ് സ്ഥാപിച്ച ടേണിംഗ് പോയിന്റ് USA പ്രസ്ഥാനത്തിൽ കൂടുതൽ ക്യാമ്പസുകളെയും വിദ്യാർത്ഥികളെയും ചേർത്തുകൊണ്ട് അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹത്തിന്റെ പാരമ്പര്യം തുടരുമെന്നും ചാർലിയുടെ ദർശനത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ടേണിംഗ് പോയിന്റ് USA നിർമ്മിച്ചതെല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ ശക്തിയാൽ ഞങ്ങൾ 10 മടങ്ങ് വലുതാക്കുമെന്നും എറിക്ക ശക്തമായി പ്രസ്താവിച്ചിരിക്കുകയാണ്. എല്ലാ യുവാക്കളെയും പോലെ തന്റെ ഭർത്താവിന്റെ ജീവൻ അപഹരിച്ചയാളെയും രക്ഷിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് എറിക്ക വ്യക്തമാക്കി. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു ക്രിസ്തു പിതാവാം ദൈവത്തോട് പറഞ്ഞത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ആയിരുന്നുവല്ലോ. അതുപോലെ തന്നെ തന്റെ ഭർത്താവിന്റെ കൊലയാളിയായ ആ ചെറുപ്പക്കാരനോട് താനും ക്ഷമിക്കുന്നുവെന്ന് കണ്ഠമിടറിക്കൊണ്ട് എറിക്ക പറഞ്ഞപ്പോൾ കേട്ടിരുന്നവരാകെ ഇരിപ്പിടം വിട്ട് എഴുന്നേറ്റ് അത്യാദരവോടെ കരഘോഷം മുഴക്കുന്ന രംഗങ്ങളാണ് ലോകം മുഴുവൻ അമ്പരപ്പോടും കണ്ണീരോടും കൂടി കണ്ടത്. താൻ പറഞ്ഞതെല്ലാം പുഞ്ചിരിയോടെ വീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ സമീപത്ത് തന്നെ നിൽക്കുന്ന തന്റെ പ്രിയതമൻ കിർക്കിലേക്കും അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയ ദൈവത്തിലേക്കും നിറകണ്ണുകൾ ഉയർത്തിക്കൊണ്ട് എറിക്ക അത് പറഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യത്തിലേക്ക് ആ സദസ്സാകെ മാറുന്ന കാഴ്ചകളാണ് കണ്ടത്. ക്രിസ്തു ക്ഷമിച്ചു, ചാർലിയും ക്ഷമിക്കുമായിരുന്നു, താനും ക്ഷമിക്കുന്നു, ചാർലിയുടെ ഘാതകന് വധശിക്ഷ കൊടുക്കരുത് എന്നും അവർ ട്രംപിനോട് പ്രസ്താവിക്കുകയുണ്ടായി. ഓസ്ട്രേലിയ എന്ന സമ്പന്ന രാഷ്ട്രത്തിന്റെ സുഖലോലുപതയിൽ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ഇന്ത്യയിലെ ഒറീസയിലെ ആദിവാസി ഗ്രാമങ്ങളിൽ വന്ന് ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുണ്ടാക്കുമെന്ന് തന്നെ കരുതി വരേണ്യ വിഭാഗങ്ങൾ അകറ്റി നിർത്തിയ
ഏവരാലും അവഗണിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ അറിവിന്റെ പുരോഗതിയും ആത്മധൈര്യവും പകർന്നുകൊടുത്ത ഗ്രഹാം സ്റ്റെയിൻസ് എന്ന മിഷണറിയെയും അദ്ദേഹത്തിന്റെ ഫിലിപ്പ് തിമോത്തി എന്നീ 2 ആൺമക്കളെയും അവർ കിടന്നുറങ്ങിയ വാനിലിട്ട് കത്തിച്ചു കൊലപ്പെടുത്തിയതറിഞ്ഞ് ഹൃദയം പൊട്ടിക്കരഞ്ഞ ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസ് കൗമാരക്കാരിയായ മകൾ എസ്തേറിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഇതേ വാക്കുകളായിരുന്നുവെന്ന് ഓർക്കുക. ജീവിതത്തിൽ തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു, എന്നാലും തന്റെ ഭർത്താവിനെയും മക്കളെയും കൊന്നവരോട് തനിക്ക് പകയോ വിദ്വേഷമോ ഒന്നുമില്ല. താൻ അവരോട് ക്ഷമിക്കുന്നു. അവരും ഈ ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിയട്ടെ. ഗ്ലാഡിസ് സ്റ്റെയിൻസിന്റെ വാക്കുകൾ കേട്ട് അമ്പരന്ന് നിന്നവർ ഇപ്പോൾ എറീക്ക കിർക്കിന്റെയും വാക്കുകൾ കേട്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. ആശയത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലാനും അവരുടെ ചോര കൊണ്ട് തങ്ങളുടെ ദൈവം സംപ്രീതനാകുമെന്ന് ചിന്തിക്കുന്ന കാപാലികന്മാർ ആയുധവുമേന്തി അലയുന്ന ഈ ലോകത്ത് ഇങ്ങനെ ക്ഷമിക്കുവാനും പൊറുക്കുവാനും പോട്ടെ എന്ന് വെക്കുവാനും ആർക്കാണ് കഴിയുക എന്ന ചോദ്യം പലരും ഇപ്പോൾ ഉയർത്തുകയാണ്. അതിൻ്റെ ഉത്തരം ഒന്ന് മാത്രമേയുള്ളൂ. അതാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഗമിക്കുന്നവർക്ക് മാത്രമേ അത് പറയുവാൻ കഴിയുകയുള്ളൂ. ലോകത്തിന്റെ മുന്നിൽ പരിശുദ്ധ ബൈബിളിന്റെയും യേശു ക്രിസ്തുവിന്റെയും മഹത്വം ഇപ്പോൾ വാനോളം ഉയരുകയാണ്. തൻ്റെ ഭർത്താവിൻ്റെ ഘാതകരോട് ക്ഷമിക്കാൻ എറീക്കയ്ക്ക് എങ്ങനെ സാധിച്ചു എന്നതിന് ഒരു ഉത്തരമേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ സ്നേഹം ആണ് അത് എന്നുള്ളതാണ്.